ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്റർനാഷണൽ ലോട്ടറി നമുക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ, അല്ലെങ്കിൽ നമുക്ക് ഗൾഫിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ ലോട്ടറി എടുക്കാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓൺലൈൻ ഗാംബ്ലിംഗ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലീഗലല്ല. ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു നിയമം നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലോട്ടറി ലീഗലാണ്, പക്ഷേ തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലീഗലാണ്. നമുക്ക് ഒരു ഓൺലൈൻ ലോട്ടറി, അതായത് ഇന്റർനാഷണൽ വേറെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വേറെ രാജ്യങ്ങളുടെ ലോട്ടറി എടുക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് നിയമ തടസ്സങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോട്ടറി പർച്ചേസ് ചെയ്യാം. വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈസ് മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനൊന്നും ഒരു നിയമ തടസ്സങ്ങളും ഇല്ല. നമ്മൾ അതിന്റെ ടാക്സ് പേ ചെയ്താൽ മതി. ഏകദേശം 34% ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടി വരും, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ ദുബായ് ടിക്കറ്റ് ആണെങ്കിലും മറ്റ് പല രാജ്യങ്ങളുടെ ലോട്ടറി ടിക്കറ്റ് ആണെങ്കിലും നമുക്ക് അതിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ ഒരു തടസ്സവും ഇല്ല. അതിൽ ലീഗലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 100% നമുക്കൊരു നിയമ തടസ്സങ്ങളും ടിക്കറ്റ് എടുക്കുന്നതിന് പ്രൈസ് മണി നമുക്ക് ലഭിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഇല്ല. നമുക്കുള്ളത് 1867 പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് ആണ്. അത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രകാരം ഇന്ത്യയിൽ എല്ലാ ഗാംബ്ലിങ്ങും ഇല്ലീഗലാണ്. അതായത് നമ്മുടെ പണം വെച്ചുള്ള എല്ലാ ചൂതാട്ടങ്ങളും ഇല്ലീഗലാണ്. പക്ഷേ ആ ആക്ടിൽ ഓൺലൈൻ ഗാംബ്ലിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും റൂൾ വയലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഫൈൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. പക്ഷേ അത് ഓൺലൈനിൽ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻ്റർനാഷണൽ ലോട്ടറി എടുക്കാം. അത് ദുബായ് ലോട്ടറി ആയാലും US പവർബോൾ ആയാലും നിങ്ങൾക്ക് എടുക്കാം. അതിനൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇപ്പോഴില്ല. ഇത് ലോട്ടോ സ്മൈലിനെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു ന്യൂസാണ് നിങ്ങൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലോട്ടറി ജാക്ക്പോട്ട് $169 മില്യൺ ഇന്ത്യയിൽ ഇരുന്നും പങ്കാളികളാണ്. അതായത് ലോട്ടോ സ്മൈലിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എടുക്കണം, മറ്റ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കുറേ ആളുകൾ ഡൗട്ടാണ് ഈ പ്രൈസ് മണി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത്. ലോട്ടോ സ്മൈൽ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഏകദേശം 2002 ദ ലോട്ടറി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇതുവരെ അവരുടെ പ്രൈസ് മണി കുറേ ആളുകൾക്ക് ഫസ്റ്റ് പ്രൈസ് ഇതുവരെ അവരിലൂടെ ആർക്കും അടിച്ചിട്ടില്ല. പക്ഷേ സെക്കൻഡ് പ്രൈസ് വരെ വോൺ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ടൊക്കെ നിയമ തടസ്സങ്ങളും ഇല്ലാണ്ട് വിന്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒഴികെ സെക്കൻഡ് പ്രൈസ് മുതൽ താഴോട്ടുള്ള എല്ലാ പ്രൈസ് മണിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ, അതായത് ലോട്ടോ സ്മൈൽ ആഡ് ആയിക്കോളും. അത് വിത്തിൻ 1 ഡേ അല്ലെങ്കിൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ നമുക്ക് ആഡ് ആവും. ഏകദേശം $50 നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണം. അല്ലാതെ അതിൽ കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായി കിട്ടുകയാണ് ചെയ്യുക. ബാക്കി എമൗണ്ട് $50 മുകളിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ID പ്രൂഫിലുള്ള പോലുള്ള അഡ്രസ്സും പേരും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവർ ID പ്രൂഫ് ചോദിക്കും. അതായത് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പാസ്പോർട്ട് എന്നീ ഏതെങ്കിലും ഒന്ന് അവർ ചോദിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല, അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ നമ്മുടെ IFSC, സ്വിഫ്റ്റ് കോഡ്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് കോഡൊക്കെ നിർബന്ധമാണ് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കണമെങ്കിൽ. അതൊക്കെ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, പ്രത്യേകിച്ച് ലോട്ടോ സ്മൈൽ അല്ലെങ്കിൽ ദ ലോട്ടർ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമ്മൾ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വീക്കിലും അല്ലെങ്കിൽ എന്നാണ് നെക്സ്റ്റ് ഡ്രോ നമ്മളെടുത്ത ടിക്കറ്റിൻ്റെ ആ ഡ്രോയിലേക്കുള്ള ടിക്കറ്റ് അവർ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ആക്റ്റീവ് അല്ല നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അവർ ആ സ്പോട്ടിൽ തന്നെ ഡിസേബിൾ ചെയ്ത് തരും. മറ്റ് വെബ്സൈറ്റുകളായ ലോട്ടോലാൻഡൊക്കെ ഇപ്പം കുറേ നെഗറ്റീവ് റിവ്യൂസും കുറേ പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ലോട്ടോലാൻഡിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുന്നത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, ചിലവർക്ക് നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടോലാൻഡിൽ നിന്ന് എടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് മാക്സിമം കസ്റ്റമർ കെയറിൽ ഒക്കെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. വിസ കാർഡ് ഇല്ലാത്തവർക്ക് മാസ്റ്റർ കാർഡ് യൂസ് ചെയ്തിട്ട് ലോട്ടോ ഏജൻറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. പിന്നെ
ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൾഫിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ഗൾഫിൽ നിന്ന് കുറേ ആളുകൾ ഇത് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കാൻ നോക്കാം. ഞാൻ ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ലിങ്കാണ്. ആ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ VPN ട്രൈ ചെയ്യുക. എങ്ങനെയാണ് VPN യൂസ് ചെയ്ത് നമുക്കിത് ലോട്ടറി എടുക്കാൻ നോക്കാം. അതായത് നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിൾ വെബ് സ്റ്റോറിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ക്രോം യൂസ് ചെയ്തിട്ടാണ് ഇത് എടുക്കേണ്ടത്. വെബ് സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മളവിടെ എർത്ത് VPN എന്ന് സെർച്ച് ചെയ്യാം. എർത്ത് VPN എന്ന് സെർച്ച് ചെയ്യുന്നതിൽ ഫസ്റ്റ് തന്നെ ഒരു റിസൾട്ട് കാണാം. എർത്ത് VPN യുവർ സെക്യൂർഡ് VPN പോയിന്റ്. ആഡ് ടു ക്രോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഡൗൺലോഡായി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രോമിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ആഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എക്സ്റ്റൻഷനിൽ പോവുക. മുകളിൽ എക്സ്റ്റൻഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ എർത്ത് VPN ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കുറേ സ്റ്റേറ്റിൻ്റെ, അതായത് ഓരോ രാജ്യങ്ങളുടെ VPN സെർവറുകൾ നമുക്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് കണക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ജസ്റ്റ് ഇന്ത്യ എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം താഴെ കൊടുത്തുള്ള ലിങ്ക് നമ്മൾ ജസ്റ്റ് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഞാൻ കൊടുത്ത ലിങ്കിലൂടെ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് 10 to 50% ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നോർമൽ പോലെ നമ്മുടെ ലിങ്ക് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കി പ്രോസസ്സൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ID പ്രൂഫിലുള്ളതുപോലെ തന്നെയുള്ള പേരും അഡ്രസ്സും കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ വിസ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്, ഒരു കുഴപ്പങ്ങളും ഇല്ല. അതിനെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, കൊടക് മഹീന്ദ്ര ബാങ്ക് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം ഓപ്പൺ സീറോ ബാലൻസ് അക്കൗണ്ട്. നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് തുടങ്ങാം ഓൺലൈനായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വേറെ വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID കൊടുത്തിട്ട് ഓപ്പൺ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ID പ്രൂഫ് മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ആവും, KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൽ വെർച്വൽ ഡെബിറ്റ് കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. വെർച്വൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ്, അതായത് കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ വെർച്വൽ ഡെബിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് തന്നെ വേണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ തന്നെ ഉണ്ട് ഒരു ഓപ്ഷൻ, വെർച്വൽ ഡെബിറ്റ് കാർഡിൽ ഒറിജിനൽ അതായത് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 രൂപ പേ ചെയ്താൽ മതി. പിറ്റേന്ന് തന്നെ, അതായത് നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇവരുടെ ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് വിസ കാർഡ് അവർ സെൻഡ് ചെയ്ത് തരും. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ വിസ കാർഡ് ലഭിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. നിങ്ങളെ പ്രൈമറി അക്കൗണ്ട്, അതായത് ബാലൻസ് കൂടുതലുള്ള അക്കൗണ്ടുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിനായിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങളുടെ പണം ചോദിച്ചിട്ട് ആരും നിങ്ങളെ വിളിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അഥവാ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക അത് ലോട്ടർ സ്മൈൽ അല്ലെങ്കിൽ ലോട്ടർ നിങ്ങൾ ഏതാണ് എടുത്ത വെബ്സൈറ്റ് അതെന്നാണ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവിടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയുന്ന ആളെ കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.